എല്ലാവർക്കും എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറയുന്ന ആ എക്സാമിന്റെ സിലബസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം നമുക്ക് തൊട്ട് മുന്നേ നടന്ന എക്സാമിന്റെ സിലബസ് പ്രകാരമുള്ള ടെൻറ്റേറ്റീവ് സിലബസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ബിടെക് ഉള്ളവർക്കും BArch ഉള്ളവർക്കും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിൻ്റെയും പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്ന പോലെ പാർട്ട് 2 ആണ് സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 പണ്ടത്തെ നമുക്കറിയാം നമ്മുടെ ടെക്നിക്കൽ എക്സാംസിന് നമുക്ക് GK ഉണ്ടായതുകൊണ്ട് പാർട്ട് 1 GK ആയിരുന്നു. പാർട്ട് 2 തൊട്ടിട്ടാണ് നമ്മുടെ സിവിൽ സബ്ജക്ട്സ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. നമുക്കറിയാം നോർമൽ ആയിട്ട് നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ എലോങ്ങേഷൻ വരുന്ന പ്രോബ്ലംസ്, അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് പോർഷൻ നിന്നാണ് ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ദെൻ ഫെയിലിയർ തിയറീസ് ആണ് രണ്ടാമത്തത്. ഫെയിലിയർ തിയറീസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫെയിലിയർ തിയറീസ് ഒന്നും ഇപ്പോഴത്തെ AE ബേസ്ഡ് എക്സാംസിനോ അല്ലെ BTech ബേസ്ഡ് എക്സാംസിനോ ഇല്ല. നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് 2015 ആ സമയത്ത് നടന്ന ഒരുവിധം എല്ലാ AE എക്സാമുകൾക്കും AE എക്സാം LSTD PWD ഇറിഗേഷൻ ഒക്കെ കമ്പൈൻഡ് ആയിരുന്നു ആ സമയത്ത് നടന്ന എക്സാമുകളിലെല്ലാം സിലബസ് ഏകദേശം ഇതേ കോമൺ വാട്ടർ അതോറിറ്റി ആണെങ്കിലും ഒക്കെ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഈ സിലബസ് ഈ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ RCC എടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും പ്ലാസ്റ്റിക് അനാലിസിസ് സ്റ്റീലിലും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഒരേ ക്വാളിഫിക്കേഷനുള്ള എക്സാമിൻ്റെ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി അന്ന് കൊടുത്ത സിലബസിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ചിലപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വരുമോ എന്ന് അറിയത്തില്ല. അതോ ഈ സിലബസ് പ്രകാരം തന്നെ നമ്മൾ പഠിക്കണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നമ്മുടെ എക്സാം കലണ്ടർ വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏതായാലും ഇപ്പം ആസ് പെർ ദ ടെൻറ്റേറ്റീവ് സിലബസ് നമുക്ക് ഫെയിലിയർ തിയറീസ് പഠിക്കാനുണ്ട്. ദെൻ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്നതാണ്. ദെൻ സിമ്പിൾ ബെൻഡിങ് തിയറി, സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്, അതിൻ്റെ തിയറിയും അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെയാണ്. ദെൻ തിൻ വാൾ പ്രഷർ വെസൽസ്, നമ്മുടെ ഹുബ്സ് സ്ട്രെസ് ഒക്കെ വരുന്ന നമ്മുടെ പ്രഷർ വെസൽസിന്റെ കാര്യമാണ്. ടോർഷന് നമ്മൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്നതാണ്. ഹോളോ ആൻഡ് സർക്കുലർ ഷാഫ്റ്റിലും പഠിക്കണം. ദെൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്സ് ഉണ്ട്. കോളം, കമ്പൈൻഡ് ആൻഡ് ഡയറക്റ്റ് ബെൻഡിങ് സ്ട്രെസ്സസ്. ഇത്രയും പോർഷൻസ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ STയുടെ പാർട്ടാണ്, സ്ട്രക്ചറൽ അനാലിസിസിന്റെ പാർട്ടാണ്. അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ട്രസ്സസ്, ആർച്ചസ്, ബീംസ്, കേബിൾസ് ആൻഡ് ഫ്രെയിംസ്. ഇതിന്റെ ഒക്കെ നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ് പറയുന്നത്. നോർമൽ ട്രസ് അനാലിസിസ്, ആർച്ചസ് വരുമ്പോഴത്തേക്ക് ബീം, കേബിൾസ്, ഫ്രെയിംസ് ഒക്കെയാണ്. ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആൻഡ് ട്രസ്സസ്, ബീംസും ഡിഫറെന്റ് മെത്തേഡ് നമുക്കറിയാം. ട്രസ്സസിന്റെ ഡിഫറെന്റ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉണ്ട്, മൊമെന്റ് ഏരിയ മെത്തേഡ് ഉണ്ട്, കോൺജുഗേറ്റ് ബീം മെത്തേഡ് ഉണ്ട്, ദെൻ എനർജി മെത്തേഡ്, വെർച്വൽ വർക്ക് മെത്തേഡ്, ടെൻഷൻ കോഎഫിഷ്യന്റ് മെത്തേഡ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീമും ട്രസ്സും എല്ലാം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും സിമ്പിൾ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസോ നമുക്ക് ചോദിക്കാം. പിന്നെ ഇത്രയും നമുക്ക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഇനി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്, അപ്രോക്സിമേറ്റ് മെത്തേഡ്സ്, ILD, അതൊക്കെ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഓൾറെഡി നമ്മുടെ AE എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുതിയതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നോർമൽ AE എക്സാമുകളിൽ സിവിലുകാരുടെ AE എക്സാമിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നതാണ് മെട്രിക്സ് അനാലിസിസ്. നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസിലെ മെട്രിക്സ് മെത്തേഡ് നമുക്ക് ഇതുവരെ ഇപ്പോൾ ഉള്ള നമ്മുടെ AE പ്രകാരം നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് നമ്മൾ പഠിക്കുന്നില്ല. അതുപോലെ തന്നെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിന്റെ ഫോഴ്സ് ആൻഡ് ഫ്രീ വൈബ്രേഷനും പഠിക്കുന്നില്ല. ഇതൊക്കെ ആക്ച്വലി ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വഴി തിയറി കുറച്ച് പഠിക്കാൻ നോക്കിയാൽ മതി. ഗേറ്റിന്റെ എല്ലാ വർഷത്തും ഇപ്പോൾ 2021 എടുത്ത് നോക്കിയാലോ 20 എടുത്ത് നോക്കിയാലോ ഒക്കെ നമുക്ക് കഴിഞ്ഞ എക്സാമുകളിൽ ഈ പാർട്ടിൽ നിന്നൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടും. ജസ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിച്ചിട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. നമുക്ക് RCCയിലേക്ക് വരികയാണ്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് മുന്നേ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പഠിക്കണം. കോൺക്രീറ്റ് ടെക്നോളജിയുടെ മിക്സ് ഡിസൈനും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ വർക്കിംഗ് സ്ട്രെസ്സും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം അതില്ല. പക്ഷേ നമുക്ക് പഴയ സിലബസ് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കൂടെ ഒന്ന് നോക്കേണ്ടി വരും. ദെൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി പഠിക്കാനുണ്ട്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പഠിക്കാനുണ്ട്. ദെൻ റീറ്റെയിനിങ് വാളിന്റെ ഡിസൈൻ, ഫ്ലാറ്റ് സ്ലാബും റീറ്റെയിനിങ് വോളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രിഡ്ജ് നമ്മൾ പഠിക്കുന്നില്ല. വാട്ടർ ടാങ്ക് നമ്മൾ RCC പഠിക്കുന്നുണ്ട്. ബ്രിഡ്ജ് പുതിയതാണ്. IRC കോഡ് പ്രകാരമുള്ള ബ്രിഡ്ജിന്റെ ഡിസൈനും കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട്
നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചറൽ സ്റ്റീലാണ്. സ്റ്റീലിനകത്ത് പ്ലാസ്റ്റിക് അനാലിസിസ് ആസ് എ ടോൾഡ് ഏർലിയർ. നമുക്ക് പ്ലാസ്റ്റിക് അനാലിസിസ് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം ഇല്ല, പക്ഷെ പണ്ടത്തെ സിലബസിലുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്നുള്ളതാണ്. വർക്കിംഗ് അത് നമുക്ക് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്ലാസ്റ്റിക് അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുവഴി എങ്ങനെയാണ് പ്ലാസ്റ്റിക് അനാലിസിസിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. Then working stress and limit state design concept, design of members, design of connections, plate girders, gantry girders. പിന്നെ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ എയുടെ സിലബസിൽ നിന്ന് പഠിക്കുന്നതാണ് വാട്ടർ ടാങ്കും ബ്രിഡ്ജസും ട്രസ്സസും. ഇതൊന്നും നമുക്ക് എയുടെ സിലബസ് പ്രകാരം മെൻഷൻ ചെയ്തിട്ടില്ല. Then design of light gauge steel structures. ഇതും ഒരു എൻറ്റയർലി ന്യൂ ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്ട്രക്ചറൽ പാർട്ട്. സ്റ്റീൽ, RCC, അതിനകത്ത് തന്നെ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസും മോസും പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതായിരിക്കും മേ ബി നമ്മൾ കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ച് അവർ ഡിഫിക്കൽട്ട് ആക്കിയേക്കുന്ന പാർട്ടും ഈ സ്ട്രക്ചറൽ പാർട്ട് തന്നെയാണ്. പക്ഷേ ടൗൺ പ്ലാനിങ്ങിന്റെ പാർട്ടൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പോൾ ടൗൺ പ്ലാനിങ് അറിയാമെങ്കിൽ കുറച്ച് കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. 20s കട്ട് ഓഫ്. ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഈ സ്ട്രക്ചറൽ പാർട്ട് ടഫ് ആക്കുകയും നമുക്ക് ആ ഒരു ടൗൺ പ്ലാനിങ്ങിന്റെ പാർട്ട് എളുപ്പമാക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൗൺ പ്ലാനിങ് അധികം നോക്കാണ്ട് സിവിൽ ആണല്ലോ നമ്മൾ പഠിച്ചത്, സിവിൽ സബ്ജക്ട്സ് മാത്രം നോക്കിക്കൊണ്ടുവന്ന് അവിടെ നമ്മൾ ട്രാപ്ഡ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിവിൽ സബ്ജക്ട്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അധികം ബുദ്ധിമുട്ടില്ലാത്ത ടൗൺ പ്ലാനിങ്ങിന്റെ പോർഷൻസ് കൂടെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ നല്ല സ്കോർ കൊണ്ടുവരാൻ പറ്റും. അതായത് സ്ട്രക്ചറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ബേസിക് കുറച്ച് കാര്യങ്ങളും കൺസെപ്റ്റും അറിയാമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അത് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ടൗൺ പ്ലാനിങ്ങിന്റെ മാർക്ക് കൂടെ ആകുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഉള്ളത് ജിയോ ടെക്നിക്കൽ ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കലിനകത്ത് സോയിൽ മെക്കാനിക്സ്, അതിനകത്ത് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ, ഫീൽഡ് ഐഡന്റിഫിക്കേഷൻ, സോയിൽ പ്രോപ്പർട്ടീസ്, പെർമിയബിലിറ്റി, സീപ്പേജ്, ക്വിക്സ് ആൻഡ് കണ്ടീഷൻ, കൺസോളിഡേഷൻ, സെറ്റിൽമെന്റ്, കോമ്പാക്ഷൻ, ഷിയർ സ്ട്രെങ്ത്, ലിക്വിഫാക്ഷൻ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ ജിയോ ടെക്നിക്കലി എക്സാമിന് എന്ത് പഠിക്കുന്നു സെയിം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അഡീഷണലി ഇവിടെ നമുക്ക് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് കുറച്ച് വരും, അത് ഞാൻ അപ്പം മെൻഷൻ ചെയ്തേക്കാം. സബ് സർഫസ് ഇൻവെസ്റ്റിഗേഷൻ പഠിക്കുന്നതാണ്, എർത്ത് പ്രഷർ തിയറീസ് പഠിക്കുന്നതാണ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് പഠിക്കുന്നതാണ്, ഫൗണ്ടേഷൻ ടൈപ്പ്, ഷാലോ, ഡീപ്പ്, പൈല്, വെൽ ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എല്ലാം പഠിക്കുന്നതാണ്. പക്ഷെ മെഷീൻ ഫൗണ്ടേഷൻ നമുക്ക് പുതിയതാണ്, അത് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നതാണ്. ഗാബിയോൺസും നോക്കി വെക്കുക. ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. Then highway engineeringലേക്ക് വരുമ്പോൾ geometric design of highway, highway materials, pavement design, construction, maintenance of road, highway drainage, traffic engineering, traffic characteristics, intersection design, traffic sign, signal design, traffic control, traffic safety, surveying. ഇത്രയും ട്രാഫിക് സർവേ നമ്മൾ ഇത്രയും പഠിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന അർബൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്ന പോർഷൻ ആണ്. അർബൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് നമുക്ക് പുതിയതാണ്. നമുക്ക് ടൗൺ പ്ലാനിംഗ് എന്നുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് കൂടെ പഠിക്കുന്നത്. ട്രിപ്പ് ജനറേഷൻ, അങ്ങനെ നമ്മൾ കോളമൊക്കെ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ബിടെക്കിന് പഠിച്ച ഓർമ്മ ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ എല്ലാവർക്കും അടിയാളിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഒരു ഈ പോർഷൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ദെൻ ട്രാഫിക് ആൻഡ് എൻവയൺമെന്റ്, ഇത്രയും പോർഷനാണ് ഹൈവേ എഞ്ചിനീയറിംഗിലുള്ള. ഇനി നമുക്ക് റെയിൽവേയിലേക്ക് വരുമ്പോൾ പോയിന്റ് ക്രോസിംഗ്, സിഗ്നലിംഗ് സ്റ്റേഷൻസ് ആൻഡ് യാർഡ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് നമ്മൾ. ബ്രേക്ക് വാട്ടർ, ഡോക്ക്, എയർപോർട്ട് പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ, വിൻഡോസ് ഡയഗ്രാം, റൺവേ ഡിസൈൻ, ടെർമിനൽ ഡിസൈൻ, ഇതൊക്കെ നമ്മൾ എക്സാമിന് സിലബസിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ ഹൈഡ്രോളിക്സ്, വാട്ടർ റിസോഴ്സ് ആൻഡ് എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഹൈഡ്രോളിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് വരും. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, പൊട്ടൻഷ്യൽ ഫ്ലോ, ലാമിനർ ആൻഡ് ടർബുലന്റ് ഫ്ലോ, ഫ്ലോ ഇൻ പൈപ്സ്, ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ, ഹൈഡ്രോളിക് ജംപ്, ഫോഴ്സസ് ഓൺ ഇമേഴ്സ്ഡ് ബോഡി, ഡ്രാഗ്, ലിഫ്റ്റ് ഒക്കെയാണ്. ഫ്ലോ മെഷർമെന്റ് ഇൻ ചാനൽ, ടാങ്ക്സ് ആൻഡ് പൈപ്പ്, നമുക്ക് ഡിഫറെന്റ് ഫ്ലോ മെഷർമെന്റ് ഡിവൈസസ് ഉണ്ട്. ഓറിഫിസ് മീറ്റർ, അതുപോലെ വെഞ്ചറി മീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഹൈഡ്രോളിക് മോഡലിംഗ്, മോഡൽ പ്രോട്ടോടൈപ്പ് വരുന്ന പ്രോബ്ലംസ് പഠിക്കണം. സ്പെസിഫിക് സ്പീഡ് ഓഫ് പമ്പ് ആൻഡ് ടർബൈൻ, പമ്പിന്റെ സ്പെസിഫിക് സ്പീഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ പമ്പും ടർബൈനും ഫുള്ളായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. ഓക്കെ, ദെൻ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സിലേക്ക് ബാക്കി വരുമ്പോൾ ഹൈഡ്രോഗ്രാഫ്, റിസർവർ കപ്പാസിറ്റി, വെൽ ഹൈഡ്രോളിക്സ്, ഇറിഗേഷൻ ഡ്യൂട്ടി, ഡെൽറ്റ, ക്രോപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വേഗം പറയുന്നത്. റിവർ എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് ലൈൻഡ് ആൻഡ് അൺലൈൻഡ് കനാൽ, ഗ്രാവിറ്റി ഡാമ്, സ്പിൽവേസ്, ദെൻ വെയേഴ്സ്, ദെൻ കനാൽ ഹെഡ് വർക്ക്സ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. വാട്ടർ റിക്വയർമെന്റ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ബേസിക് യൂണിറ്റ്, അത് എൻവയറമെന്റൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ ബേസിക് യൂണിറ്റ് പ്രോസസ്സസ് ആൻഡ് ഓപ്പറേഷൻ ഫോർ വാട്ടർ ട്രീറ്റ്മെന്റ്, ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്, ഓരോ
ഇപ്പോൾ കളർ ആണെങ്കിലും ടർബിഡിറ്റി ആണെങ്കിലും എത്രയാണ് സ്റ്റാൻഡേർഡ്സ്, വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ക്രീനിങ്, സെഡിമെൻറ്റേഷൻ എല്ലാ സ്റ്റേജസും, സീവറേജ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സ്ലഡ്ജ് നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതായത് എഫ്ലുവൻറ്റ് നമുക്ക് വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് സീവേജ് ഫാമിങ്ങിന് ഉപയോഗിക്കണം, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, then unit operations and processes of domestic waste water, environmental pollution, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ സർവേയിങ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂഷൻ, ഇതുമെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ എയുടെ സിലബസിൽ പഠിക്കുന്നതാണ്. സർവേയിങ്ങിൽ മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസസ് ആൻഡ് ഡയറക്ഷൻസ്, ലെവലിംഗ്, കോണ്ടൂറിംഗ്, ഏരിയ വോളിയം കാൽക്കുലേഷൻ, ട്രാവേഴ്സിംഗ്, തിയോഡലൈറ്റ് ആൻഡ് പ്ലെയിൻ ടേബിൾ, എറർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, കർവ്സ്, അതുപോലെ തന്നെ ഫീൽഡ് അസ്ട്രോണമി, ടെക്യോമെട്രിക് സർവേ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, ഫോട്ടോഗ്രാമെട്രി, ഹൈഡ്രോഗ്രാഫിക് സർവേ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എയുടെ സിലബസ് പ്രകാരം ഇല്ല. ഇപ്പൊ കർവ്സും അതുപോലെ തന്നെ ഫീൽഡ് അസ്ട്രോണമി, ഫോട്ടോഗ്രാമെട്രി, ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നൊന്നും നമുക്ക് ചോദിക്കുന്നുമില്ല, നമ്മുടെ എയുടെ സിലബസ് അത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ പഴയ സിലബസ് പ്രകാരമാണ് നമുക്ക് ഈ പോർഷനും പഠിക്കണം. ഫോട്ടോഗ്രാമെട്രിയുടെ ഒക്കെ പ്രോബ്ലംസ് നമുക്ക് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സുഖമായിട്ട് കിട്ടും, അത് വെച്ചിട്ട് അതിന്റെ തിയറി പഠിച്ചാൽ മതി. പിന്നെ EDM ആണ്. EDM ടോട്ടൽ സ്റ്റേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മെഷർമെൻറ്റ് ടെക്നിക്ക്, റിമോട്ട് സെൻസിങ്, GPS, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മൾ സർവേയിങ്ങിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വരുമ്പോൾ കൺസ്ട്രക്ഷൻ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ഉണ്ട്, ബാർ ചാർട്ട്, CPM, PERT, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് എക്സ്ട്രാ ആയിട്ട് വരുന്നു, കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, കോൺട്രാക്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ടെൻഡർ ഡോക്യുമെന്റ്, പിന്നെ ബിൽഡിംഗ് പ്ലാനിങ്, ബിൽഡിംഗ് ബൈലോസ്, ഫങ്ഷണൽ പ്ലാനിങ് ഓഫ് ബിൽഡിംഗ്. ഇത്ര നമുക്ക് ബിൽഡിംഗ് ബൈലോസ് ഒക്കെ നമ്മൾ ഓവർസിയർ എക്സാമിന് മാത്രമാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന് അതും കൂടി പഠിക്കണം, ഫങ്ഷണൽ പ്ലാനിങ് ഓഫ് ബിൽഡിംഗും പഠിക്കണം, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, IS സ്പെസിഫിക്കേഷൻ, പ്രീ ഫാബ്രിക്കേഷൻ, ഇത്രയും കാര്യങ്ങളും കൂടെ പഠിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ആ പാർട്ട് വന്നത്. ഇനി നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂഷനിലേക്ക് വരുമ്പോൾ സ്പെസിഫിക്കേഷൻ, ഡേറ്റ ആൻഡ് അനാലിസിസ് ഓഫ് റേറ്റ്, ഡിഫറെൻറ്റ് ഐറ്റം, ഓരോ ഐറ്റം ഓഫ് വർക്ക് ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങി, ദെൻ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഉണ്ട്, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്, വാല്യുവേഷൻ ഓൾഡ് ബിൽഡിങ്സിൻ്റെ ഒക്കെ വാല്യുവേഷൻ എങ്ങനെ ചെയ്യാം, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വെച്ചിട്ട് നമുക്ക് റെന്റ് ഫിക്സേഷൻ, അതുപോലെ ഗ്രോസ് റെന്റ്, നെറ്റ് റെന്റ്, അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കാൻ. ഇതൊക്കെ നമ്മൾ എയ്ക്ക് പഠിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് എൻട്രിയുടെ കോഴ്സസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഓവർവ്യൂ തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ എൻട്രിയിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ അസ് ആൻഡ് സ്റ്റഡി, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടി ഗോൾഡ് ബാഡ്ജസും അവൈലബിൾ ആണ്. സോ ദാറ്റ് യു വിൽ ബി ഗൈഡഡ് ബൈ എ മെന്റർ വോട്ട് ടു സ്റ്റഡി. നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ഷെഡ്യൂളും അങ്ങനെ നമുക്ക് പഠിക്കേണ്ട എക്സാംസ് അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് തരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരു മെന്ററോട് കൂടിയുള്ള ഗോൾഡ് ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ വില്ലിംഗ് യു ക്യാൻ പർച്ചേസ് ദ കോഴ്സസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ ടൗൺ പ്ലാനിങ്ങിന്റെ പാർട്ട് BRക്കാർ കുറച്ചും കൂടി ഒന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന പാർട്ടാണ്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ തൊട്ടുണ്ട്. അതായത് പണ്ട് നമുക്ക് മനുഷ്യരിങ്ങനെ വാണ്ടർ ചെയ്ത ഭാഗം മാറി എപ്പോഴാണ് അവർ സെറ്റിൽ ചെയ്തത്, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു സെറ്റിൽമെന്റ് സ്റ്റഡി നടത്തുന്നത്, ദെൻ സിവിലൈസേഷൻ അതിന്റെ ഭാഗമായിട്ട്, ദെൻ ഇൻഡസ് വാലി മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏജിൽ എന്താണ് സംഭവിച്ചത്, നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻഡ് സിറ്റീസ് കാണാൻ സാധിക്കും. എക്സാമ്പിൾ ആണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻഡ് സിറ്റി എന്ന് പറയാവുന്നതാണ് ചണ്ഡീഗർ പോലെയുള്ള നമ്മുടെ എന്താ പറയുക പ്ലാൻഡ് സിറ്റിയിലേക്ക് ലേ കോർബസിയർ എന്ന് പറയുന്ന അദ്ദേഹം കൊണ്ടുവന്ന് ടൗൺ പ്ലാനർ കൊണ്ടുവന്ന് വീസഡ് ആൻഡ് റോഡിന് ഹൈറാക്കി കൊടുത്തിട്ടുള്ള കൺസെപ്റ്റുകൾ. അപ്പോൾ അതാണ് ചണ്ഡീഗർ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ലീ കോർബസിയർ. അതുപോലെ തന്നെ ഇബനസർ ഹവാർഡ്, പെട്രിക് ഗഡീസ്, അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഹൗസിംഗ് പ്രോബ്ലം, ഈ പറഞ്ഞ നമ്മുടെ പ്ലാൻഡ് സിറ്റിയിൽ വരുന്ന രണ്ടെണ്ണമാണ് ചണ്ഡീഗർ, നവി മുംബൈ. നവി മുംബൈയിലാണെങ്കിൽ നമുക്ക് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് വെച്ചിട്ട് പല സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഓരോ ഏരിയയും ഡിവൈഡ് ചെയ്തൊക്കെയാണ് ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. സിവിലാർക്കും പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ഹൗസിംഗ് പ്രോബ്ലം, സ്ലംസ് ഒക്കെ എങ്ങനെ നമ്മൾ മാറ്റി, പിന്നെ പോപ്പുലേഷൻ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ, അതുപോലെ തന്നെ അർബണൈസേഷൻ, പോവർട്ടി ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് ഫേസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഹൗസിംഗ് പോളിസീസിൽ ചേഞ്ച് വന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ കുറേ യോജനാസ് കൊണ്ടുവന്നിട്ടുണ്ട് ഹൗസിംഗ് പോളിസീസ് വെച്ചിട്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു കുറച്ച് ഡോമിനൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ
സാധ്യതയുള്ള പ്ലാൻ 5-year പ്ലാൻ, ഓരോ 5-year പ്ലാനിലും പുതിയ യോജനാസ് കൊണ്ടുവന്നു. അപ്പോൾ ഓരോ യോജനാസും എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രധാനമന്ത്രി സഡക് യോജന എന്ന് പറയുന്നത് റോഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ യോജനാസ് പഠിച്ചിട്ട് അത് എന്തിൻ്റെ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് പഠിക്കും. ഓക്കെ, റിലേറ്റഡ് ടു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ റോഡ് അങ്ങനെ ഡെവലപ്മെന്റ് മാത്രം മതി, അല്ലാതെ ഫുഡ് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫുഡ് പിന്നെ റേഷൻ റിലേറ്റഡ് അതൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ടൗൺ പ്ലാനിങ് തിയറി ആണ്. ടൗൺ പ്ലാനിങ് തിയറി പക്ക ടൗൺ പ്ലാനിങ്ങിന്റെ കാര്യമാണ്. അതായത് ഓരോ ഏജിലും എങ്ങനെയാണ് ടൗൺ പ്ലാനിങ് നമ്മുടെ ടൗൺ പ്ലാൻഡ് ആയിട്ട് വന്നത്, എബനസർ ഹോവാർഡ് അതിനെന്ത് ചെയ്തു, അതുപോലെ തന്നെ ആൽഡോ റോസി, ബിൽ ഹെല്ലിയർ, ലിങ്കേജ് തിയറി ഉണ്ട്, സോഷ്യൽ തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാനിയൽ ഹാർവേ, അങ്ങനെ കുറെ അദ്ദേഹങ്ങളുടെ പേര് വെച്ചിട്ട് അവരുടെയൊക്കെ ടൗൺ പ്ലാനിങ് തിയറീസ് അതൊക്കെ എന്ത് ചേഞ്ചസ് ആണ് വരുത്തിയത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ 73rd 74th അമെൻമെന്റ് എന്താണ്, അത് പ്ലാനിങ് പ്രോസസ്സിന് എന്ത് ചേഞ്ച് വരുത്തി, പിന്നെ നമ്മുടെ LDPs അതിൻ്റെയൊക്കെ പ്ലാനിങ് അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ പ്ലാനിങ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ മാസ്റ്റർ പ്ലാൻ എന്താണ്, ഡെവലപ്മെന്റ് പ്ലാൻ എന്താണ്, ടൗൺ പ്ലാനിങ് സ്കീംസ് ഏതൊക്കെയാണ്, റീജിയണൽ പ്ലാനിങ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ urban ആൻഡ് ലാൻഡ് യൂസ് സോണിങ്. അതായത് നമുക്ക് സോണിങ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, നമ്മൾ സോൺ ചെയ്ത് മാറ്റുകയാണ്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രം ഒരു ഏരിയ ഉണ്ടാകും. അതിൻ്റെ അടുത്ത് ചിലപ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് നമ്മളൊരു സോൺ, ഒരു ഗ്രീൻ സോണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സോണിങ് തന്നെ പലതരത്തിലുണ്ട്. ഹൈറ്റ് സോണിങ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കൺസ്ട്രക്ഷൻ ഒന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോണിങ്ങിനകത്ത് വരിക. ഓക്കെ, നമുക്ക് ഇനി എൻവയറമെന്റൽ ഇമ്പാക്ട് ഓഫ് സിറ്റീസ്. സിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എൻവയറമെന്റലിന് എന്ത് സംഭവിച്ചു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടി, ഓസോൺ ഡിസ്പ്ലേഷൻ ഉണ്ടായി, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പുതിയതായിട്ടുള്ളതാണ്. അതെല്ലാവരും എനിക്ക് തോന്നുന്നു KTU-കാരൊക്കെ തിയറി ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. ബ്രിറ്റ്ലാൻഡ് കമ്മീഷൻസ് റിപ്പോർട്ട് എന്താണ്, റയോ ഡിക്ലറേഷൻ എന്താണ്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്, ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ ജനറൽ PSCയുടെ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ PSCയുടെ ഗൈഡുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. പിന്നെ സസ്റ്റൈനബിൾ ഗ്രീൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, എക്കോളജി എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ്, വേസ്റ്റ് റീസൈക്ലിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഹൗസ് ഹോൾഡ് വേസ്റ്റ്, റീസൈക്ലിംഗ് ടെക്നിക്ക്, കമ്പോസ്റ്റിംഗ് അറ്റ് ഹോം, പിന്നെ സിറ്റി ലെവൽ ടൗൺ ലെവൽ റീസൈക്ലിംഗ് എന്താണ്, വാട്ടർ കൺസർവേഷൻ ഇഷ്യൂസ്, വാട്ടറിന്റെ കാര്യങ്ങളാണ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ, ദെൻ ഗ്രേ ബ്ലാക്ക് വാട്ടർ റീസൈക്ലിംഗ്, വാട്ടർ കൺസർവേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ ഡേറ്റ ഓഫ് കേരള, പിന്നെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിനകത്ത്. ദെൻ അർബണൈസേഷൻ ഓഫ് സിറ്റി കാരണം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, ദെൻ urban environmental പ്രോബ്ലംസ്, ട്രാഫിക് റോഡ് നെറ്റ്വർക്ക്, എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻവയറമെന്റൽ ഇമ്പാക്ട് ഓഫ് സിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത്രയുമാണ് നമുക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ സിലബസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ടെൻറ്റേറ്റീവ് സിലബസ് ആണ്. ഈ സിലബസ് പ്രകാരം 100% എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ലേൺ വിത്ത് us, യു ക്യാൻ ജോയിൻ ആൻഡ് സ്റ്റഡി. ഇനി അതല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഈ സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. കാര്യം വെച്ചാൽ നമ്മൾ ഓൾറെഡി BTech സിവിലുകാർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ലെവലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മോർ ദാൻ ഒരു 45% കൂടുതൽ ടോപ്പിക്സ് അതാണ്. ബാക്കി 50% നമ്മുടെ ഈ പറഞ്ഞ ടൗൺ പ്ലാനിങ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ തിയറിയാണ്. എക്കണോമിക്സ് ഒക്കെ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള പോലെ വായിച്ച് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അതുകൂടെ പഠിച്ച് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ച് നമുക്ക് സന്തോഷത്തോടെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റുന്നതാണ്. നല്ല റാങ്കോട് കൂടി കിട്ടും. അപ്പോൾ സ്ട്രക്ചറൽ പോർഷൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, അതിൻ്റെ കൂടെ ടൗൺ പ്ലാനിങ്ങും പഠിക്കുക എന്നുള്ളതാണ് ഇത് പഠിക്കാനായിട്ടുള്ള എനിക്ക് പറഞ്ഞു തരാനുള്ള കീ ടിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞത്തെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് വെച്ച് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇതാണ് സിലബസ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ.